മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച രേഖ എന്ന അമ്മയുടെ കഥയാണിത്. ജന്മനാ ഭിന്നശേഷിക്കാരിയായ മകളുടെ ജീവിതത്തിന് നിറം പകരുന്നത് രേഖയാണ്. മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരമ്മയുടെ രേഖാചിത്രം. ലഹരി മനുഷ്യബന്ധങ്ങളെ ചോദ്യം ചെയ്യുന്ന വാർത്തകൾ, അവയ്ക്കിടയിൽ സമൂഹത്തോട് കലഹിച്ച് ജീവിക്കുന്ന അമ്മയും മകളും. തിരുവനന്തപുരം പനത്തുറ സ്വദേശി രേഖയും മകൾ സന്ധ്യയും. ജന്മന ഭിന്നശേഷിക്കാരിയാണ് മണക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ സന്ധ്യ. അമ്മയെന്നാൽ സന്ധ്യയ്ക്ക് എല്ലാമാണ്. പഠനത്തിലും ചിത്രകലയിലും എല്ലാം സഹായി അമ്മ തന്നെ. അമ്മയാണ് എല്ലാ കാര്യങ്ങളും, സ്കൂളിലായാലും എന്ത് കൊണ്ടുപോകുന്നത് എല്ലാ കാര്യവും അമ്മ തന്നെയാണ്. ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മ തന്നെയാണ്. അമ്മയുടെ എന്താ പറയുക, അമ്മയുടെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അമ്മ ഉള്ളതുകൊണ്ടാണ് ഇന്ന് വരയ്ക്കാനായാലും പഠിക്കാനായാലും എല്ലാത്തിനും കഴിയുന്നത്. അമ്മയുടെ സപ്പോർട്ട് വലുത് തന്നെയാണ്. മോട്ടോർ വാഹന ക്ഷേമനിധി ബോർഡിൽ ദിവസവേതന ജോലിക്കാരിയാണ് രേഖ. താണ്ടിയ ജീവിത യാഥാർത്ഥ്യങ്ങളും സങ്കടക്കടലുകളും സന്ധ്യയ്ക്ക് മുന്നിൽ രേഖ മറക്കും. മകളെക്കുറിച്ച് പറയുമ്പോൾ രേഖയ്ക്ക് വാക്കുകൾ മതിയാകാതെ വരും. സന്ധ്യ എല്ലാം അറിയുന്ന ഒരു മോളാണ്. കാരണം എല്ലാവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വലിയ ആൾക്കാരെ പോലെയാണ്. നല്ല പക്വതയുള്ള ആളാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഇത്രയും പക്വതയുള്ള മോളുണ്ടോയെന്ന്. കാരണം ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷെ എല്ലാം കണ്ടും കേട്ടും ആയതാണ് അങ്ങനെ. അതൊക്കെ ഒരു കഴിവാണ് എന്ന് വേണം പറയാൻ. എന്നെക്കാൾ നന്നായ രീതിയിൽ സംസാരിക്കും. സന്ധ്യ സംസാരിക്കുന്ന കണക്കിന് ഞാൻ സംസാരിക്കണ ഒന്നും അല്ലെന്ന് വേണം പറയാൻ. അതുകൊണ്ട് അതിലെനിക്കൊരു ഒരുപാട് അഭിമാനമുണ്ട്. ഇത്രയും പ്രായത്തിനിടയ്ക്ക് നല്ലൊരിത് ഉണ്ടെന്നുള്ളത്. എവിടെ പോയാലും സന്ധ്യയുടെ പേര് തന്നെയാണ് ഇപ്പോഴും. ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കാറുണ്ട് സന്ധ്യയുടെ അമ്മയാണോ. അതിലൊക്കെ ഏറ്റവും വലിയ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. സന്ധ്യ എനിക്ക് ധൈര്യം തരും, ഞാൻ സന്ധ്യയ്ക്ക് ധൈര്യം കൊടുക്കും. പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു അമ്മ ഇങ്ങനെ ഈ ഒരു മോളെ പ്രസവിച്ചാൽ മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ തിരിച്ചിങ്ങോട്ട് വയ്ക്കാം, അമ്മ അങ്ങനെയൊന്നും പറയരുത്, എനിക്കങ്ങനെയൊന്നുമില്ല. മോള് നന്നായി ചിത്രം വരയ്ക്കും. പക്ഷേ ഇവള് കൊച്ചിലെ വരയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കഴിവൊക്കെ എല്ലാവർക്കും ദൈവം കൊടുക്കുമല്ലോ. അപ്പം വരയ്ക്കുന്നതുകൊണ്ടപ്പോൾ എല്ലാവരെ പോലെ എനിക്കും ആഗ്രഹം മോളെ പഠിപ്പിക്കണമെന്ന്. എല്ലാവരും ചോദിക്കേണ്ടത് ഇത് സന്ധ്യ തന്നെയാണോ വരയ്ക്കുന്നതെന്ന്. നമ്മൾ പറഞ്ഞാൽ ആർക്കും വിശ്വാസമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ വരയ്ക്കും ഞങ്ങളെക്കാൾ നന്നായിട്ട്. കൂട്ടുകാരെ, നമ്മളിന്നൊരു ഫിഗറാണ് വരയ്ക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ എനിക്ക് തരണം. ഞാനുണ്ടെങ്കിലേ സന്ധ്യ എവിടെയും പോകാറുള്ളൂ. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം സ്കൂൾ വഴിയായിരുന്നാലും അല്ലെങ്കിൽ ചാരിറ്റി വഴിയായിരുന്നാലും പോകണമെന്ന് അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സമയമുണ്ടോ, കാരണം ഡെയിലി ബേസായിട്ടാണ് ജോലിക്ക് പോകുന്നത്. അപ്പം അമ്മയ്ക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ശേഷമേ അവരോട് മറുപടി അറിയുള്ളൂ. വരാം എന്ന് പറയുള്ളൂ. അങ്ങനെ പറയുമ്പോഴേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകാറുള്ളൂ. ഞാനുണ്ടെങ്കിലേ പോകൂ, ഇല്ലെങ്കിൽ പോകില്ല എന്ന് പറയും. നഴ്സറി കൊണ്ടാക്കാൻ ഒരു അംഗൻവാടി ഞാൻ പോയപ്പോൾ അവിടുത്തെ ആയ എന്നെ ഇവിടെ ഇരുത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളാണ്. അങ്ങനെ ഒരുപാട് വിഷമിച്ച് അങ്ങനെ ഞാൻ ഒരുപാട് നടന്ന് അവസാനം ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് LP സ്കൂളുണ്ട്. അവിടുത്തെ സ്കൂളിൽ പോയി ഞാൻ ചോദിച്ചപ്പോൾ അവരൊരു ബുദ്ധിമുട്ടും കൂടാതെ പറഞ്ഞു അവിടെ കൊണ്ടാക്കും. ഇപ്പോഴും ഒരുപാട് പേര് അവജ്ഞയോട് കാണുന്നവരും ഉണ്ട്. അതൊന്നും വകവയ്ക്കാറില്ല. സന്ധ്യയ്ക്ക് ആഗ്രഹം ഒരു ആർട്ടിസ്റ്റാണോ. ആർട്ടുമായിട്ട് മുന്നോട്ട് പോകാനാണ് സന്ധ്യയ്ക്ക് ഇഷ്ടം. പിന്നെ അമ്മയെ സഹായിക്കുക. ഇപ്പോഴും ആർട്ടിസ്റ്റാണ്. സന്ധ്യയെപ്പോലുള്ള കഴിവൊന്നും എനിക്കില്ല.
അപ്പോൾ ആർട്ടിസ്റ്റ് തന്നെയാണ്. സന്ധ്യയ്ക്കൊപ്പം രേഖ എപ്പോഴും ഒരു കൂട്ടുകാരിയെ പോലെ കൂടെയുണ്ട്. വിഷമങ്ങൾ അറിയിക്കാതെ മകളുടെ സ്വപ്നത്തിന് കൂട്ടിരിക്കുകയാണ് ഈ അമ്മ. സജു കാഞ്ഞിരംകുളത്തിനൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.